Hi dear friends, welcome to another video. എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹൗ ടു ബുക്ക് എയർ ടിക്കറ്റ്. നമ്മൾ പല കാര്യങ്ങളും നമ്മൾ ബുക്ക് ചെയ്യാറുണ്ട് അല്ലേ? നമ്മൾ റൂം ബുക്ക് ചെയ്യാറുണ്ട്, പിന്നെ മൂവി ടിക്കറ്റ് ബുക്ക് ചെയ്യാറുണ്ട്, അതുപോലെ തന്നെ ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യാറുണ്ട്, എയർ ടിക്കറ്റ് ബുക്ക് ചെയ്യാറുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ജസ്റ്റ് ഒരു മോഡലാണ്. നമ്മൾ എയർ ടിക്കറ്റ് എങ്ങനെയാണ് വിളിച്ചിട്ട് ബുക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവിടെ നമ്മൾ എന്തൊക്കെ സംസാരിക്കും, അല്ലെങ്കിൽ വിളിച്ച് സംസാരിക്കുകയാണെങ്കിൽ നമ്മൾ ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ചോദിക്കുക, അവർ നമ്മളോട് എങ്ങനെയൊക്കെയാണ് പറയുക എന്നുള്ളതിനെ കുറിച്ച് ചെറിയൊരു രൂപമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ എങ്ങനെയാണ് ഇംഗ്ലീഷിൽ സംസാരിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ സമയം കളയാതെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു ഹൗ ടു ബുക്ക് എയർ ടിക്കറ്റ് അല്ലെങ്കിൽ ഹൗ ടു ബുക്ക് എ ഫ്ലൈറ്റ്. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ ബുക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ പറയും, എന്തൊക്കെ സംസാരിക്കും, അവരെങ്ങനെയാണ് റീപ്ലൈ തരുന്നത്, ഇത്തരത്തിലുള്ള കുറച്ച് വാചകങ്ങൾ എടുത്തിട്ടാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ ആദ്യമായിട്ട് നമ്മൾ പറയുന്ന ഒരു വാചകം എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഞാനൊരു എയർ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ ഞാനൊരു എയർ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വിളിക്കുന്നത്. എങ്ങനെയാണ് പറയുന്നത്? ഐ വുഡ് ലൈക്ക് ടു ബുക്ക് ആൻ എയർ ടിക്കറ്റ്. I would like to book an air ticket. എനിക്കൊരു എയർ ടിക്കറ്റ് ബുക്ക് ചെയ്യണമായിരുന്നു. ഒരു എയർ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ ആഗ്രഹമുണ്ട്. എങ്ങനെയാ പറയാ? ഐ വുഡ് ലൈക്ക് ടു ബുക്ക് ആൻ എയർ ടിക്കറ്റ്. ഐ വുഡ് ലൈക്ക് ടു ബുക്ക് ആൻ എയർ ടിക്കറ്റ് എന്നോ ഐ വുഡ് ലൈക്ക് ടു ബുക്ക് മൈ എയർ ടിക്കറ്റ് എന്നോ നമുക്ക് പറയാം. ഞാൻ എൻ്റെ എയർ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നു, ഞാനൊരു എയർ ടിക്കറ്റ് ബുക്ക് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. അപ്പൊ ഇത് കേൾക്കുമ്പോൾ അവിടെ ഇരിക്കുന്ന ആള് നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. താങ്കൾക്ക് എങ്ങോട്ടാണ് പോകേണ്ടത്, എങ്ങോട്ടാണ് ബുക്ക് ചെയ്യേണ്ടത്, എങ്ങോട്ടാണ് പറക്കേണ്ടത്? വേർ ഡു യു വാണ്ട് ടു ഫ്ലൈ? വേർ ഡു യു വാണ്ട് ടു ഫ്ലൈ? എങ്ങോട്ടാണ് താങ്കൾക്ക് പറക്കേണ്ടത്? അത് കോമൺ ആയിട്ട് പറയുന്ന ഒരു കാര്യമാണ്, അല്ലാതെ എങ്ങോട്ടാണ് ബുക്ക് ചെയ്യേണ്ടത് എന്നൊന്നും ചോദിക്കണമെന്നില്ല. വേർ ഡു യു വാണ്ട് ടു ഫ്ലൈ? വേർ ഡു യു വാണ്ട് ഫ്ലൈ? നിങ്ങൾക്ക് എങ്ങോട്ടാണ് പറക്കേണ്ടത്, എങ്ങോട്ടാണ് വിമാനത്തിൽ സഞ്ചരിക്കേണ്ടത് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അയാൾ പറയാണ്, എനിക്ക് ലണ്ടനിലേക്കാണ് ടിക്കറ്റ് എടുക്കേണ്ടത്, എനിക്ക് ലണ്ടനിലേക്കാണ് ടിക്കറ്റ് ബുക്ക് ചെയ്യേണ്ടത്. ചില ആളുകൾ ഏതൊക്കെ ഫ്ലൈറ്റ് ആണ് ഇവിടുന്ന് ലണ്ടനിലേക്കുള്ളത് ഒന്ന് പറയാമോ എന്ന് ചോദിക്കും. അതിനനുസരിച്ച് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഏതൊക്കെ ഫ്ലൈറ്റ്സ് ആണ് ലണ്ടനിലേക്കുള്ളത്. അപ്പൊ അതെങ്ങനെ ചോദിക്കുക? വാട്ട് ഫ്ലൈറ്റ്സ് ആർ ദെയർ ടു ലണ്ടൻ? വാട്ട് ഫ്ലൈറ്റ്സ് ആർ ദെയർ ടു ലണ്ടൻ? ലണ്ടനിലേക്ക് എന്തൊക്കെ ഫ്ലൈറ്റുകളാണ് ഉള്ളത്? വാട്ട് ഫ്ലൈറ്റ്സ് ആർ ദെയർ ടു ലണ്ടൻ? ലണ്ടനിലേക്ക് എന്തൊക്കെ ഫ്ലൈറ്റുകളുണ്ട്, ഏതൊക്കെ കമ്പനികളാണ്, ഏതൊക്കെ ഫ്ലൈറ്റുകളാണ് ഉള്ളതെന്നാണ് ചോദിക്കുന്നത്. വാട്ട് ഫ്ലൈറ്റ്സ് ആർ ദെയർ ടു ലണ്ടൻ? അപ്പൊ ഇത് പറയുന്ന സമയത്ത് അയാൾ നമ്മളോട് പറയും, ലണ്ടനിലേക്ക് നാളെ ഒരു ഫ്ലൈറ്റ് ആണുള്ളത്, അല്ലെങ്കിൽ ലണ്ടനിലേക്ക് നാളെ 2 ഫ്ലൈറ്റുകളുണ്ട്. ഒരു ഫ്ലൈറ്റ് ആണെങ്കിൽ പിന്നെ നോക്കണ്ട, അത് തന്നെ ബുക്ക് ചെയ്താൽ മതി. പക്ഷെ 2ൽ കൂടുതൽ ഫ്ലൈറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കൺഫ്യൂസ്ഡ് ആണ്. പിന്നെ നമ്മൾ പ്രൈസ്, അതിന്റെ ഫെസിലിറ്റീസ് ഒക്കെ നോക്കിയിട്ടാണ് നമ്മൾ ബുക്ക് ചെയ്യുന്നത്. അപ്പോൾ ലണ്ടനിലേക്ക് നാളെ 2 ഫ്ലൈറ്റുകളുണ്ട് എന്നാണ് അയാൾ പറയുന്നത്. എങ്ങനെയാണ് പറയുന്നത്? There are 2 flights tomorrow. There are 2 flights tomorrow. നാളെ 2 ഫ്ലൈറ്റുകളുണ്ട്. നാളെ അങ്ങോട്ടേക്ക് 2 ഫ്ലൈറ്റുകളുണ്ട്. There are 2 flights tomorrow. നാളെ 2 ഫ്ലൈറ്റുകളുണ്ട്. There are 3 flights tomorrow. There are 5 flights this week. ഈ ആഴ്ച 5 വിമാനങ്ങളുണ്ട്. There are 5 flights this week. ഈ ആഴ്ച 5 വിമാനങ്ങളുണ്ട്. പക്ഷെ ഇവിടെ പറയുന്നത് എന്താണ്? There are 2 flights tomorrow. നാളെ 2 ഫ്ലൈറ്റുകളുണ്ട്. There are 2 flights this week. ഈ ആഴ്ച 2 ഫ്ലൈറ്റുകളുണ്ട്. അപ്പൊ നമുക്ക് അങ്ങനെ പറയാം. അപ്പൊ നമ്മൾ പറയാണ്, വളരെ നേരത്തെയുള്ള ഫ്ലൈറ്റിനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്, വളരെ നേരത്തെയുള്ള ഫ്ലൈറ്റിന് പോകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. I would prefer the earliest one. I would prefer the earliest one. നേരത്തെ പോകുന്ന ഫ്ലൈറ്റാണ് ഞാൻ ചൂസ് ചെയ്യുന്നത്. ഈ വീക്കിൽ വളരെ നേരത്തെ പോണ ഫ്ലൈറ്റ് ഉണ്ടെങ്കിൽ അതിനെയാണ് ഞാൻ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ I would prefer the earliest one. I would prefer the earliest one. അങ്ങനെ പറയാം. ഇനി അതല്ല, അയാൾ ഏർലിയസ്റ്റ് വൺ അല്ല പ്രിഫർ ചെയ്യുന്നത്, ട്രാവൽ ചെയ്യാൻ എടുക്കുന്ന ആ കോസ്റ്റ് അത് നോക്കിയിട്ടാണ് അയാൾ പ്രിഫർ ചെയ്യുന്നത്. അപ്പൊ എങ്ങനെയാ പറയാ? I would prefer the cheapest one. I would prefer the cheapest one. വളരെ ചീപ്പായിട്ടുള്ള, ചീപ്പായിട്ടുള്ള ഒന്നാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത്. I would prefer the cheapest one. നേരത്തെ പറഞ്ഞു I would prefer the earliest one എന്ന് പറഞ്ഞു, നേരത്തെ ഉള്ളതിനെ ഞാൻ പ്രിഫർ ചെയ്യും. പിന്നെ അയാൾ പറഞ്ഞു I would prefer the cheapest one. ഏറ്റവും കോസ്റ്റ് കുറഞ്ഞിട്ടുള്ള, എക്സ്പെൻസ് കുറഞ്ഞിട്ടുള്ള യാത്രയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പൊ അവിടെ ഇരിക്കുന്ന ആൾ പറയും, ലെറ്റ് മീ ചെക്ക്, ഐ തിങ്ക് വി ഹാവ് ദ ചീപ്പസ്റ്റ് വൺ. ഞാനൊന്ന് ചെക്ക് ചെയ്യട്ടെ, ഞാൻ വിചാരിക്കുന്നത് നമുക്ക് ചീപ്പസ്റ്റ് ആയിട്ടുള്ള ഒന്നും ഉണ്ട് എന്നുള്ളതാണ്. ലെറ്റ് മീ ചെക്ക്, ഞാനൊന്ന് ചെക്ക് ചെയ്യട്ടെ. ഐ തിങ്ക് വി ഹാവ് ദ ചീപ്പസ്റ്റ് വൺ.
യെസ്, നമുക്ക് ചീപ്പസ്റ്റ് ആയിട്ടുള്ള ഒരെണ്ണം അവൈലബിൾ ആണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ലെറ്റ് മീ ചെക്ക്, ഞാനൊന്ന് ചെക്ക് ചെയ്യട്ടെ എന്ന് പറയാണ്. നമ്മൾ ചോദിക്കുകയാണ് ഡയറക്റ്റ് ആയിട്ടുള്ള വല്ല ഫ്ലൈറ്റുകളും എവിടുന്ന് അവൈലബിൾ ആണോ എന്ന് ചോദിക്കുകയാണ്. ഈസ് ദർ എനി ഡയറക്റ്റ് ഫ്ലൈറ്റ് ടു ലണ്ടൻ? ഈസ് ദർ എനി ഡയറക്റ്റ് ഫ്ലൈറ്റ് ടു ലണ്ടൻ? ലണ്ടനിലേക്ക് ഡയറക്റ്റ് ആയിട്ട് പോകുന്ന വല്ല ഫ്ലൈറ്റുകളുണ്ടോ? ഈസ് ദർ എനി ഡയറക്റ്റ് ഫ്ലൈറ്റ് ടു ലണ്ടൻ? ലണ്ടനിലേക്ക് നേരിട്ട് പുറപ്പെടുന്ന ഫ്ലൈറ്റുകൾ വല്ലതുണ്ടോ? അപ്പൊ തീർച്ചയായിട്ടും അയാൾ പറയാണ് നോ സാർ വി ഡോണ്ട് ഹാവ്. നോ സാർ വി ഡോണ്ട് ഹാവ്. സാർ നമുക്ക് അങ്ങനെയില്ല, ഡയറക്റ്റ് ആയിട്ടുള്ള ഫ്ലൈറ്റുകൾ ഇല്ല എന്ന് പറയും. അല്ലെങ്കിൽ അയാൾ ഇങ്ങനെ പറയും സോറി സാർ യു ഹാവ് ടു ട്രാൻസ്ഫർ. നിങ്ങൾ ട്രാൻസ്ഫർ ചെയ്യേണ്ടി വരും. ഒന്നെങ്കിൽ UAE പോയിട്ടോ അല്ലെങ്കിൽ സിംഗപ്പൂർ വഴി പോയിട്ടോ നിങ്ങൾ എന്ത് ചെയ്യണം, ട്രാൻസ്ഫർ ചെയ്തിട്ട് മാറി ഫ്ലൈറ്റ് കയറേണ്ടി വരും. അപ്പോൾ സോറി സാർ യു ഹാവ് ടു ട്രാൻസ്ഫർ, നിങ്ങൾ മാറി കയറേണ്ടി വരും. അല്ലെങ്കിൽ അയാൾ പറയും സോറി സാർ വി ഡോണ്ട് ഹാവ്. ഇല്ല സാർ നമുക്ക് ഡയറക്റ്റ് ആയിട്ടുള്ള ഫ്ലൈറ്റുകളൊന്നും ഇല്ല എന്ന് പറയാണ്. അപ്പോൾ രണ്ട് രീതി പറയാം, വി ഡോണ്ട് ഹാവ് എന്ന് പറയാം, അല്ലെങ്കിൽ യു ഹാവ് ടു ട്രാൻസ്ഫർ. സോറി സാർ യു ഹാവ് ടു ട്രാൻസ്ഫർ, നിങ്ങൾ മാറി കയറേണ്ടി വരും എന്ന് പറയാണ്. അപ്പോൾ നമ്മൾ പറയാണ് ഇറ്റ്സ് ഓക്കെ, അത് കുഴപ്പമൊന്നുമില്ല, ഐ വുഡ് പ്രിഫർ ദി ഇക്കോണമി ക്ലാസ്. ഞാൻ ഇക്കോണമി ക്ലാസ് ആണ് ഉദ്ദേശിക്കുന്നത്, വലിയ ബിസിനസ് ക്ലാസ്സും ഫസ്റ്റ് ക്ലാസ്സും എനിക്ക് വേണ്ട. ഐ വുഡ് പ്രിഫർ ഇക്കോണമി ക്ലാസ്. ഇറ്റ്സ് ഓക്കെ, അത് കുഴപ്പമൊന്നുമില്ല, ഞാൻ മാറി കയറിക്കോളാം. ഐ വുഡ് പ്രിഫർ ഇക്കോണമി ക്ലാസ്, ഞാൻ ഇക്കോണമി ക്ലാസ് ആണ് പ്രിഫർ ചെയ്യുന്നത് എന്ന് പറയുന്നത്. ഇക്കോണമി ക്ലാസ് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ നമുക്ക് എക്സ്പെൻസ് കുറവായിരിക്കുന്നതാണ്. അപ്പൊ എങ്ങനെയാ പറയുന്നത്, ഐ വുഡ് പ്രിഫർ ഇക്കോണമി ക്ലാസ്. ഇനി മറിച്ച് ഒരാൾ ബിസിനസ് ക്ലാസ് ആണെങ്കിൽ ഇക്കോണമി മാറ്റിയിട്ട് ബിസിനസ് ആക്കിയാൽ മതി. ഐ വുഡ് പ്രിഫർ ബിസിനസ് ക്ലാസ്, ഐ വുഡ് പ്രിഫർ ഫസ്റ്റ് ക്ലാസ്. ഇങ്ങനെയൊക്കെ നമുക്ക് പറയാനുള്ളതാണ്. അതുപോലെ തന്നെ അതിന്റെ കൂടെ നമ്മൾ ചോദിക്കുന്ന മറ്റൊരു ചോദ്യമാണ് എത്രയാണ് ഞാൻ നൽകേണ്ടത്? ഹൗ മച്ച് ഡു ഐ ഹാവ് ടു പേ? ഹൗ മച്ച് ഡു ഐ ഹാവ് ടു പേ? ഞാൻ എത്രയാണ് നൽകേണ്ടത്, അതിന്റെ എക്സ്പെൻസ് എത്രത്തോളമാണ്? ഹൗ മച്ച് ഡു ഐ ഹാവ് ടു പേ, എത്രയാണ് ഞാൻ വിലയായിട്ട് അതിന്റെ ഒരു ചാർജ് ആയിട്ട് നിങ്ങൾക്ക് നൽകേണ്ടത്? ഹൗ മച്ച് ഡു ഐ ഹാവ് ടു പേ? അപ്പൊ അയാൾ പറയണത് ഇറ്റ്സ് 30,000, അത് 30,000 രൂപയാണ്. ഇറ്റ്സ് 30,000, അത് 30,000 രൂപയാണ്. ഇറ്റ്സ് 50,000, അത് 50,000 രൂപയാണ്. ഇറ്റ്സ് 1 lakh, അത് 1,00,000 രൂപയാണ്. ഇങ്ങനെ എന്താണോ ചാർജ് അത് പറയാന്നുള്ളതാണ്. അപ്പൊ എങ്ങനെയാ പറയുന്നത്, ഇറ്റ്സ് 30,000, അത് 30,000 രൂപയാണ്. ഓർ ഇറ്റ്സ് 50,000, അല്ലെങ്കിൽ അത് 50,000 രൂപയാണ് എന്നിങ്ങനെ പറയാം. ഓക്കെ, അങ്ങനെ നമ്മൾ പണം എടുക്കുന്നു എന്നിട്ട് പറയാണ് യെസ് ടേക്ക് യുവർ മണി, ടേക്ക് യുവർ മണി, ഇതാ നിങ്ങളുടെ ക്യാഷ്, ഇതാ ടേക്ക് യുവർ മണി എന്ന് പറയാണ്. അങ്ങനെ അയാൾ പണം വാങ്ങുന്നു. എന്ത് ചെയ്യുന്നു, നമ്മൾ എന്ത് ചെയ്യുന്നു, ടിക്കറ്റ് വാങ്ങിയിട്ട് പോരുന്നു. കൂടുതലായിട്ടുള്ള ഡയലോഗുകളൊന്നും ഞാൻ അവിടെ ഉൾക്കൊള്ളിച്ചിട്ടില്ല, കാരണം നമ്മൾ ചെറിയൊരു വീഡിയോ ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്തായാലും ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്നാണ്. ഇതുപോലെ തന്നെയാണ് നമ്മൾ ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നതും ഹോട്ടൽ മുറി ബുക്ക് ചെയ്യുന്നതൊക്കെ ഏകദേശം ഇതുപോലെ തന്നെയാണ്. ആ ഫ്ലൈറ്റ് ഒന്ന് മാറ്റിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ആ റൂമെന്നോ അല്ലെങ്കിൽ എന്താണ് ബെഡ്റൂം എന്നോ അല്ലെങ്കിൽ എന്താണ് ട്രെയിൻ എന്നോ ഒക്കെ ആക്കി മാറ്റുന്നു എന്നുള്ളതാണ്. സിറ്റുവേഷൻ അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യും, കൂടുതൽ കാര്യങ്ങൾ ആഡ് ചെയ്യാം, കുറക്കുകയൊക്കെ ചെയ്യാം. ഓക്കെ, അപ്പൊ എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കരുത്. മറ്റൊരു യൂസ്ഫുൾ ആയ വീഡിയോ നമുക്ക് വീണ്ടും കാണാം.